ഇവിടെ കൂടുതലായിട്ടും കന്നഡ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. കുട്ടികളെല്ലാം കന്നഡയാണ് പറയുന്നത്. ಹೆಸರು ರಾಹುಲ್ ಸೂರ್ಯ ರಾಜೇಶ ರಾಜೇಶ. ಬನ್ನಿ ಬನ್ನಿ ಬನ್ನಿ. ಹೆಸರು ಏನೇನು ನಿಮ್ದು? ತುತಾಪಿ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇടയ്ക്കൊക്കെ നമ്മൾ വരുന്ന ഒരു സ്ഥലം തന്നെയാണ്. എന്നാലും ഒരു നിശ്ചിത ഇടവേളയൊക്കെ കഴിയുമ്പോൾ ഒരിക്കൽ കൂടെ നമ്മൾ അതിലൂടെയൊക്കെ ഒന്ന് പോയി വന്നാലോ എന്ന് നമുക്ക് തോന്നുന്നൊരു സ്ഥലം. മലയാളം കന്നഡമൊക്കെ മിക്സ്ഡ് ആയ ഒരു കൾച്ചറൊക്കെ ഉള്ള ചില ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. കബനി തീരത്തുള്ള ചില നാട്ടിൻപുറ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പുഴയുടെ ഒരു ഭാഗം കേരളം, മറുഭാഗം കർണാടകമാണ്. രണ്ട് ഭാഗത്തും കൃഷി തന്നെയാണ് മെയിൻ. തനി ഗ്രാമീണ രീതിയിലുള്ള കുറേ വീടുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഏതായാലും ഈ പ്രദേശത്തെ മെയിൻ സ്ഥലത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. പെരിക്കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. വയനാട്ടിലെ ഏറ്റവും കൂടുതൽ ക്ഷീര കർഷകരുള്ള, ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ഈ പെരിക്കല്ലൂർ എന്ന് പറയുന്നത്. വയനാടിൻ്റെ ഏറ്റവും ഒരറ്റത്തുള്ള കബനി നദീൻ്റെ തീരത്തുള്ള ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. ഇപ്പോൾ ഈ പാലിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞതൊക്കെ കുറച്ച് പഴയ കണക്കാണ്. ഇപ്പോഴത്തെ കണക്കുകളൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ വന്നതിന് ശേഷം ഗൂഗിൾ വെറുതെ ഒന്ന് നോക്കിയപ്പോൾ കിട്ടിയതാണ് ഈ പാലിൻ്റെ കണക്ക്. ദിവസം 1000 ലിറ്റർ പാല് കർഷകരിൽ നിന്നും മിൽക്ക് സൊസൈറ്റികളിൽ എത്തുന്നു എന്നാണ് പറയുന്നത്. മിൽക്ക് സൊസൈറ്റികളുടെ മുമ്പിൽ ക്യൂ കാണണമെങ്കിൽ രാവിലെ വന്നാൽ മതി എന്നൊക്കെയാണ് ഗൂഗിൾ പറഞ്ഞത്. മാത്രമല്ല വയനാടിൻ്റെ പാൽത്തൊട്ടി എന്നൊരു പേരും കൂടെ ഈ പെരിക്കല്ലൂരിനുണ്ട് എന്നൊക്കെയാണ് ഗൂഗിൾ പറഞ്ഞത്. ഈ വിവരങ്ങളൊക്കെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു എന്നേ ഉള്ളൂ. ഇതൊക്കെ യാഥാർത്ഥ്യമാണോ ഇല്ലേ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. അതൊക്കെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഈ നാട്ടുകാരനെ ഞെട്ടിപ്പോവും, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഏതായാലും നിങ്ങൾക്ക് അറിയുന്ന വിവരങ്ങളൊക്കെ നിങ്ങളുടെ നാടിനെ കുറിച്ച് ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏതായാലും പെരിക്കല്ലൂരിലെ ചെറിയൊരു ടൗണാണിത്. സുൽത്താൻ ബത്തേരി താലൂക്കിൽപ്പെട്ട സ്ഥലം. ഏകദേശം 35 കിലോമീറ്റർ ദൂരമുണ്ട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന്. മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമാണിത്. ഇതൊരു കുടിയേറ്റ മേഖലയാണ്. പ്രധാനമായിട്ടും കോട്ടയം ജില്ല, പാലാ ഭാഗത്തു നിന്നൊക്കെയാണ് ഇവിടേക്ക് കൂടുതലായിട്ടും ആളുകൾ എത്തിയത്. ഇതൊരു ക്രിസ്ത്യൻ മേഖല ആയതുകൊണ്ട് തന്നെ അവർ ഈ മണ്ണിൽ പൊന്നി വിളയ്ക്കണ കൃഷി ചെയ്ത് ഈ മണ്ണിനെ കൃഷിഭൂമിയാക്കി മാറ്റി. ഇപ്പം പിന്നെ പഴയ പോലത്തെ കൃഷിയൊന്നുമില്ല. പുതിയ തലമുറയൊക്കെ കൃഷിയിൽ നിന്നൊക്കെ അകന്നു എന്നുള്ളതാണ് അതിനുള്ള കാരണം. ഇപ്പോഴത്തെ തലമുറയൊക്കെ യൂറോപ്പിലും കാനഡയിലൊക്കെ സെറ്റിലായിക്കൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് ഇപ്പോഴും ആളുകൾക്ക് കോട്ടയം ഒക്കെ ആയി ബന്ധമുള്ളതുകൊണ്ട് ഇവിടുന്ന് നേരിട്ട് കോട്ടയത്തേക്കും പൊൻകുന്നത്തേക്കും എല്ലാം രാവിലെയും വൈകിട്ടൊക്കെ ആയിട്ട് 4-5 ബസ് സർവീസ് ഉണ്ട് KSRTCയുടെ. KSRTC അങ്ങനെ ഒരു പുതിയൊരു ബസ് സ്റ്റാൻഡ് ഇവിടെ പണിതു. KSRTCക്ക് പുറമെ പ്രൈവറ്റ് ബസ്സും ഇവിടുന്ന് സർവീസ് നടത്തുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ +1 +2 വിഭാഗമാണ് ഇവിടെ ഉള്ളത്. ഹൈസ്കൂള് റോഡ് സൈഡ് തന്നെയാണ്. അത് ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസിൽ കുറച്ച് അപ്പുറത്തായിട്ടുള്ളത്. റോഡ് സൈഡ് തന്നെയാണ് ഗവൺമെൻറ് ഹൈസ്കൂൾ ഉള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ ഓടിപ്പോയി മുട്ടായി മേടിക്കണം ചെറിയൊരു മുട്ടായി ഷോപ്പും ഉണ്ട്. പെരിക്കല്ലൂരിലെ കടവൊക്കെ ഉള്ള സ്ഥലത്തേക്കൊക്കെ പോകണം, കൃഷിയിടങ്ങളൊക്കെ കാണണം. അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ച് നോക്കുമ്പോൾ ഒരു കട, കപ്പ, ബോട്ടി, കഞ്ഞി ഒക്കെ ബോർഡ് കണ്ടു. ശരി, എന്തായാലും വേറെ ഒന്നും നോക്കാൻ നിന്നില്ല. അവിടെ നല്ല ചൂട് കുത്തരി കഞ്ഞിയും ഒരു മത്തി പൊരിച്ചതും പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് നേരെ കടവിലേക്ക് നമ്മൾ വിട്ടു. പെരിക്കല്ലൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ വരുമ്പോഴാണ് നമ്മളെ കർണാടകയിലേക്ക് എത്താനുള്ള ഒരു കടവുള്ളത്. ഈ പെരിക്കല്ലൂരിൻ്റെ ഭാഗത്ത് തന്നെ ഇതുപോലത്തെ രണ്ട് കടവുകൾ, 2-3 കടവുകളുണ്ട്. പക്ഷേ ബസ് വന്ന് തിരിഞ്ഞു പോകുന്ന 2 കടവുകളാണുള്ളത്. ഒന്ന് ഈ കടവും ഇതിനപ്പുറത്ത് മരക്കടവ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ഥലമുണ്ട്. അവിടെയും ഇതുപോലെ ബസ് വരും. ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരിയിൽ നേരിട്ട് ഇങ്ങോട്ടും ബസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പുൽപ്പള്ളിയിൽ നിന്നും വരുന്ന ബസ്സുകൾ, 2 ബസ്സും ഇവിടെ തിരിച്ചു കൊടുക്കും. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഈ കടവിലേക്ക് എല്ലാ 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ ഇടയിലും ഓരോ ബസ് ഇവിടെ നിന്ന് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ആശ്രയിക്കുന്നത് ഈ ഒരു സർവീസാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് കബനി റിവറാണ്. റിവർ കിടന്നു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കർണാടകയാണ്.
അപ്പോൾ കർണാടകൻ്റെ ഭാഗത്തുനിന്നും ബസ് സർവീസ് ഉണ്ട്. പക്ഷേ കർണാടകൻ്റെ ബസ്സല്ല, അത് മാനന്തവാടി ഭാഗത്തു നിന്ന് ഈ കടവ് കടന്നു വരുന്ന ആൾക്കാർക്ക് അപ്പുറത്തുനിന്ന് അങ്ങനെ അങ്ങ് ബൈരക്കുപ്പ കർണാടക വഴി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം. അത് മുമ്പ് സർവീസ് ഉണ്ടായിരുന്ന ബസ്സാണ്, പിന്നീട് അത് നിന്ന് പോയി. ഇപ്പോൾ വീണ്ടും അത് KSRTC സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കടവിൽ ആൾക്കാർ സ്ഥിരം വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അപ്പുറത്തൊരു ചെറിയൊരു ചായക്കട ഉണ്ട് അല്ലേ, ചായക്കടയും പിന്നെ 1-2 കടകളും അതിൻ്റെ അപ്പുറത്തേക്ക് വീടുകളൊക്കെയാണ് ഉള്ളത്. ഇവിടെ ഒരു ചെറിയ ബസ് വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ആയിട്ട്. പക്ഷെ ഇതിൻ്റെ പുറകോട്ട് നേരെ നമ്മൾ പോയി കഴിഞ്ഞാൽ കബിനി റിവറിൻ്റെ ഒരു ഭാഗം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ കടവിൽ വന്ന് ബസ് ഇറങ്ങിയതിന് ശേഷം അപ്പുറത്തേക്ക് കർണാടക ബൈരക്കുപ്പ ഭാഗത്തേക്ക് പോകാനായിട്ടുള്ള ഒരു റോഡ് കുറച്ച് ദൂരം അപ്പുറത്തേക്ക് പോയിട്ട് നമ്മൾ പുഴയിൽ ചെന്നിട്ട് അവിടുന്ന് പിന്നെ വഞ്ചിയിൽ കടന്ന് അപ്പുറത്തേക്ക് പോകേണ്ടത്. പക്ഷെ ഇപ്പോൾ അങ്ങോട്ടേക്കുള്ള റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ വണ്ടി പോകാത്ത കണ്ടീഷനാണ്. പക്ഷെ ചെറിയ വാഹനങ്ങളൊക്കെ പോകും. റോഡ് ക്ലോസ്ഡ് എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. അത് വലിയ വാഹനങ്ങൾക്ക് പോകാൻ പറ്റില്ല. ആ പണി നടക്കുന്നതിൻ്റെ സൈഡിലൂടെ ചെറിയ വാഹനങ്ങൾക്ക് പോകാം. കടവിന്ന് ബസ് ഇറങ്ങി അപ്പുറത്തേക്ക് പുഴ അടക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് ചെറിയൊരു പാലം പണി നടക്കണം. അതാണ് ഇപ്പോൾ റോഡ് ക്ലോസ്ഡ് എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ പാലത്തിനേക്കാൾ കൂടുതൽ ഇവിടെ ആവശ്യം വരുന്നത് ഇവിടെ ഈ കബനി റിവറിന് കുറുകെ ഈ കടവ് കടന്നു പോകുന്നതിന് പകരം ഒരു പാലം വരികയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള ഈ പെരിക്കല്ലൂരിൻ്റെ മുഖച്ഛായ തന്നെ തീർച്ചയായിട്ടും മാറാൻ സാധ്യതയുണ്ട്. കാരണം വികസനം എന്ന് പറയുന്നത് വളരെ പരിമിതപ്പെട്ട വികസനങ്ങൾ മാത്രമേ ഈ പെരിക്കല്ലൂർ ഭാഗത്തേക്ക് നടക്കുന്നുള്ളൂ. ഇതൊരു കർണാടക ബോർഡർ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് മൈസൂരിലേക്ക് പോകാനൊക്കെ വളരെയധികം ചുറ്റി വേണം പോകാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പാലം അപ്പുറത്തേക്ക് ഈ റിവറിന് കുറുകെ വരുവാണെങ്കിൽ, ഈ പെരിക്കല്ലൂരിൽ നിന്ന് വരുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ നാടിൻ്റെ മുഖച്ഛായ മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഭരണമാറ്റം, ഇപ്പോഴത്തെ ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോഴത്തെ ഈ ഭരണമാറ്റത്തിൽ ചെറിയൊരു പ്രതീക്ഷ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടെന്നാണ് ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഇവിടെ വയനാട് ഓൾറെഡി ഒരു MP ഉണ്ട്. പ്രിയങ്ക ഗാന്ധി ഇവിടുത്തെ MP ആയിട്ട് നിലനിൽക്കെ തന്നെ ഇപ്പോൾ ഇവിടെ UDFന് ഒരു മന്ത്രി കൂടെ പോകുന്നുണ്ട്. ഇപ്പോൾ സിദ്ദീഖ് ഇവിടുന്ന് മന്ത്രിയായിട്ട്, കൃഷി മന്ത്രിയായിട്ട് ചുമതലയൊക്കെ ഏറ്റിട്ടുണ്ട്. അപ്പോൾ ഈ 2 സ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ വയനാട്ടിനുള്ളതുകൊണ്ട് വലിയൊരു പ്രതീക്ഷയാണുള്ളത്. എന്ത് നടക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ നിൽക്കുന്നതാണ് തോണിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെയുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള 2 കടവുകളിൽ ഒന്നാണ് ഈ തോണിക്കടവും അപ്പുറത്തുള്ള മരക്കടവും. അപ്പോൾ ഇവിടെയാണ് മറ്റേ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്ന സ്ഥലം. അതായത് മിന്നൽ മുരളിയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം ഇവിടെയാണ്. ഇവിടുന്ന് ഇതിൻ്റെ അപ്പുറത്തെ അക്കരയിലാണ് ഷൂട്ട് ചെയ്തിരുന്നത്, അതായത് കർണാടകത്തിൻ്റെ ഭാഗത്ത്. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ റിവർ കാണാം. റിവറിൻ്റെ അപ്പുറത്തേക്കാണ് ബൈരക്കുപ്പ. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. അതായത് തോണിക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട് 10 രൂപയാണ് ഇവിടുന്ന് ടിക്കറ്റ്. അതെടുത്ത് അതിൽ കയറി കഴിഞ്ഞാൽ അപ്പുറത്തെ കടവിലേക്ക് ചെല്ലാൻ പറ്റും. ഇവിടെ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഈ സ്ഥലം ഒരുപാട് വീഡിയോകളിൽ നിരവധി പേര് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഈ ബോട്ടൊക്കെ നമുക്ക് ആ സിനിമയിൽ കാണാൻ സാധിക്കും. പക്ഷേ സിനിമയിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അതും ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ബൈരക്കുപ്പേൻ്റെ ഭാഗത്തേക്കുള്ള ആ ഭാഗത്താണ് കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇടുക്കിയിലും അതുപോലെ തന്നെ ഇവിടുന്ന് ഹാസനിലൊക്കെ പോയിട്ടാണ് ഷൂട്ട് ചെയ്തതെന്നൊക്കെ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞിരുന്നു. ഇവിടെയുള്ള നിരവധി ആൾക്കാരും ഒക്കെ അതിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്ത അനുഭവങ്ങളൊക്കെ ഞാനിപ്പോൾ അവിടെ നിൽക്കുമ്പോൾ കുറച്ച് ആൾക്കാർ എന്നോട് കുറേയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ തോണിക്കടവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇറങ്ങാതെ നേരെ ഈ കാണുന്ന റോഡിന് കുറച്ച് ദൂരം അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മറ്റൊരു കടവ് കൂടെ ഉണ്ട്. ആ കടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോണിയൊന്നും ഉണ്ടാവില്ല, നമ്മൾ ഇറങ്ങി നടന്നു പോകുന്ന ചെറിയൊരു കടവാണ്. അപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ വെള്ളം കുറവുള്ള സമയത്തൊക്കെ ഇവിടുന്ന് അപ്പുറത്തേക്കൊക്കെ പണിക്ക് പോകുന്ന ആൾക്കാരൊക്കെ അതുവഴി ഇറങ്ങി നടന്നാ പോകുന്നത്. നമുക്കിനി ഇവിടെ നിന്ന് അടുത്ത കടവായിട്ടുള്ള മരക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം. കടവുകൾ ഇവിടെ നിരവധി കടവുകളുണ്ട്. പക്ഷേ ബസ് ഏകദേശം 2 കടവുകളിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. അതിൽ മരക്കടവ് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് ബസ് പോകുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടുന്ന് അത് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഈ പെരിക്കല്ലൂരിൻ്റെ യഥാർത്ഥ കൃഷിയിടങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ പോണത്.
നമുക്കിവിടുന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കവുങ്ങും തെങ്ങും അതുപോലെ തന്നെ റബ്ബറൊക്കെ അടങ്ങിയിട്ടുള്ള ഒരുപാട് കൃഷിയിടങ്ങളാണ് ഉള്ളത്. വീടുകൾ നമുക്ക് അടുത്തടുത്ത് വളരെ കാണാൻ സാധിക്കില്ല. വീടും ആ വീടിന് ചുറ്റും ഒരുപാട് പറമ്പുകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീട്, അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അതായത് അത്രയും കൃഷി നടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഒരു റോഡുണ്ട്, ആ റോഡിലൂടെ നമുക്കിങ്ങനെ പോകാം. പോകുന്ന വഴിക്കൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും ഒരുപാട് തെങ്ങും തോട്ടങ്ങളൊക്കെ ഉണ്ട്, പിന്നെ മറ്റുള്ള കൃഷികളൊക്കെ ഉണ്ട്. ഇപ്പോൾ കൃഷി ഉൽപ്പന്നങ്ങളൊക്കെ ചില വണ്ടികളിലൊക്കെ ലോഡ് കയറ്റിയിട്ടൊക്കെ പോകുന്നൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഞാനതൊന്ന് ഇറങ്ങിയൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ക്യാമറ ആയിട്ട് പോകുന്ന സമയത്ത് അവർക്കൊരു ചെറിയൊരു ആശങ്ക ഉണ്ടാവും, ആരാണിത് എന്താണെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാതെ നേരെ നമ്മൾ മരക്കടവ് ലക്ഷ്യമാക്കിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, പാലത്തിൻ്റെ ഒരു ഇതാണ്, പാലം അപകടത്തിൽ നിന്നിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതായത് പാലം ബലക്ഷയം സംഭവിച്ച പഴയ പാലം തോന്നുന്നു. ഇതായി കാണുന്ന പാലാണ്. അപ്പോൾ വലിയ വണ്ടികളൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ തകരാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു ബോർഡാണ് അവിടെ വെച്ചിട്ടുള്ളത്. കൃഷി ഉൽപ്പന്നങ്ങളൊക്കെ ചാക്കിൽ നിറച്ച് വെച്ചിരിക്കുന്നുണ്ടോ. ഇവിടെ ഒരുപാട് കൃഷിയിടങ്ങളാണുള്ളത്. ഞാൻ മരക്കോടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നല്ലൊരു വിജനമായത്തിലുള്ളൊരു സ്ഥലം, അതായത് നമ്മളൊരുപാട് തെങ്ങും തോട്ടങ്ങളോ മറ്റൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് വിജനമായൊരു വയൽ പ്രദേശത്തെത്തിയപ്പോൾ ഞാൻ വണ്ടി ഒന്ന് സൈഡാക്കിയതാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. ഒരു മാതാവിൻ്റെ എന്ന് പറയാം, എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല, മാതാവിൻ്റെ തന്നെ ഒരു ശിലാരൂപം അവിടെ ഉണ്ട്. അതിൻ്റെ ചുറ്റും നല്ല പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൻ്റെ ചുറ്റുഭാഗം നല്ല പാടങ്ങളും മറ്റൊക്കെ ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ വീടുകളൊക്കെ വളരെയധികം കുറവാണ്. ഈ ഭാഗത്തെ കൂടുതൽ നെൽകൃഷിയൊക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇത് ഒരുപാട് പാടശേഖരങ്ങളുണ്ട്, പിന്നെ വീടുകളൊക്കെ ഒറ്റപ്പെട്ട വീടുകളാണ് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഉള്ളത്. വേറെ മറ്റൊന്നും ഇവിടെ അല്ല. ഇവിടെ ഒരു കടയുണ്ട്, അത് അടഞ്ഞു കിടക്കുന്നുണ്ട്. പിന്നെ ഒരു ടൈലർ ഷോപ്പാന്ന് തോന്നുന്നു, അടഞ്ഞു കിടക്കുകയാണ്. ഒരു ലേഡീസ് സ്റ്റിച്ചിങ് ടൈലറിങ് ഇവിടെ കുറേ ഭാഗത്ത് ഞാൻ കണ്ടിരുന്നു. നമ്മൾ തോണിക്കട പോയ സമയത്ത് അവിടെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു കടയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ ലേഡീസ് സ്റ്റിച്ചിങ്ങിൻ്റെ ടൈലർ കടകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാലാണ് പിന്നെ മരക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം. അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊന്ന് ഷൂട്ട് ചെയ്തതാണ്. ഈ പാടത്തെ കൊയ്ത്തൊക്കെ മുമ്പേ കഴിഞ്ഞതാണ്. അതായത് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ കൊയ്ത്തൊക്കെ നടക്കുന്നത്. പക്ഷേ ഒരു കുറച്ച് ഭാഗം, അതായത് റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചം തട്ടുന്ന ഭാഗത്തുള്ള കണ്ടത്തിലുള്ള നെല്ലൊക്കെ വിളയാൻ കുറച്ച് സമയം എടുത്തിരുന്നു. അപ്പോൾ ആ അവസാനമായിട്ട് വിളഞ്ഞ ആ ഭാഗങ്ങളൊക്കെ ഇവർ അറുത്തെടുത്ത് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവാണ്. ഞാനങ്ങനെ ഇപ്പം മരക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. പെരിക്കല്ലൂരിലുള്ള മറ്റൊരു എൻഡാണിത്. ഇവിടുന്ന് കടവ് മീൻസ് ചെറുതായിട്ടുള്ള കുട്ടവഞ്ചിയിൽ അപ്പുറത്തേക്ക് കർണാടകയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ചെറിയൊരു ഭാഗമുണ്ട്. പിന്നെ മാത്രമല്ല ഈ ഭാഗത്ത് ഒരുപാട് വയൽ പ്രദേശങ്ങളാണുള്ളത്. നെൽകൃഷി കൂടുതലായിട്ട് നടക്കുന്ന സ്ഥലമാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ഫൈനൽ പോയിന്റ്. ബസ് വന്ന് തിരിക്കുന്ന സ്ഥലമാണ്. നമ്മൾ മുമ്പ് കണ്ട തോണിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും അതുപോലെ തന്നെ മരക്കടവ് എന്ന് പറഞ്ഞ രണ്ട് ഭാഗത്തേക്കാണ് ഇവിടുന്ന്
ബസ്സുകൾ വന്നിട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇവിടെയും ബസ് വരുന്നുണ്ട്. ഇവിടെ കുറച്ച് ട്രൈബൽസ് കോളനികളൊക്കെ കൂടുതലുള്ള ഒരു സ്ഥലമാണ്. നെൽപ്പാടങ്ങളും പിന്നെ അപ്പുറത്തേക്ക് പുഴയും പിന്നെ പഴയ കാലത്തെ ഒരുപാട് വീടുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ മരക്കടവ് എന്ന് പറഞ്ഞ സ്ഥലം. ഇതാണ് മരക്കടവ് ജംഗ്ഷൻ. ഇവിടെ ഒരു 1-2 കടകളും മറ്റൊക്കെ ഉള്ളൂ. ഒരു ചായക്കട ഉണ്ട്, പിന്നെ 2-3 പലചരക്ക് കടകളും മറ്റൊക്കെ ആയിട്ടൊരു 8-10 കടകളൊക്കെ ഉള്ള ചെറിയൊരു സ്ഥലമാണ്. നമുക്ക് ഇവിടുത്തെ പഴയ വീടുകൾ ഇവിടെ ഒരുപാടുള്ള സ്ഥലമാണ്. നമുക്ക് കാണാം, ഇതുണ്ടോ, ഇങ്ങനത്തെ വീടുകളൊക്കെ ഇന്ന് അവശേഷിക്കുന്നത് വയനാട് പെരിക്കല്ലൂർ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. പഴയ ഓടിട്ട മണ്ണുകൊണ്ട് തേച്ചുണ്ടാക്കിയിട്ടുള്ള വീടുകളാണ്. ഇത് മുമ്പൊക്കെ പുൽമേഞ്ഞതായിരുന്നു വീട്, പിന്നീട് ഓടൊക്കെ ഇട്ട് സെറ്റപ്പായി. ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ കൂടുതൽ കന്നഡ സംസാരിക്കുന്ന ആൾക്കാരാണ്. കന്നഡയിൽ തന്നെ പെട്ടിട്ടുള്ള ചില ട്രൈബൽ വിഭാഗക്കാരൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഇവിടെ ഒരു തോണിക്കടവുണ്ട്. തോണി മീൻസ് വണ്ടികളൊക്കെ കയറ്റി അപ്പുറത്തേക്ക് കൊണ്ടുപോകും, ബൈക്കൊക്കെ കയറ്റി കൊണ്ടുപോകുന്നൊക്കെ 2 കടവൊക്കെ ഉണ്ട് വണ്ടിൻ്റെ അപ്പുറത്ത്. പിന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗം, അതായത് പെരിക്കല്ലൂരിൻ്റെ മരക്കടവ് എന്ന് പറഞ്ഞ ഈ ഭാഗത്ത് ഇതുപോലത്തെ കൊച്ചു വീടുകളാണ്. അതായത് ഒരുപാട് വീടുകളുണ്ട്. എല്ലാം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ മാക്സിമം എല്ലാവരും കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ്. ഈ കാണുന്ന നെൽപ്പാടങ്ങളിലൊക്കെ പലവിധം കൃഷികളൊക്കെ ഇവർ ചെയ്തിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. കൂടാതെ പശുക്കളെ വളർത്തുന്നുണ്ട്. എല്ലാവരും വീടിന് മുമ്പിൽ പുറവശത്തൊക്കെ ആയിട്ട് തൊഴുത്തുണ്ടാവും. തൊഴുത്തിൽ പശുക്കളെ കാണാം. അതുപോലെ തന്നെ ആടുകൾ ഇഷ്ടംപോലെ ആയിട്ട് വളർത്തുന്ന ആൾക്കാരാണ്. അവിടെ കുറേ ആടുണ്ട്. പിന്നെ ഇവർ തുണി അലക്കാനും മറ്റൊക്കെ ആയിട്ട് ഈ പുഴയിലേക്കൊക്കെ പോയിട്ട് തുണികളൊക്കെ അലക്കി കൊടുന്ന് ഈ പാടത്ത് ഇപ്പോൾ കൃഷി ഇല്ലാത്ത ഒഴിഞ്ഞു നടക്കുന്ന പാടങ്ങളുണ്ട്. ആ പാടങ്ങളിലൊക്കെ ഇവർ തുണി ഉണക്കാനിടുന്നു. പിന്നെ കുട്ടികളൊക്കെ സ്കൂൾ ലീവൊക്കെ ആയതുകൊണ്ട് ഇതിലൂടെ ഇങ്ങനെ അവരെയൊക്കെ സഹായിച്ചുകൊണ്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ അവിടെ നിന്ന് കാണുന്നത്. ഇവിടെ കൂടുതലായിട്ടും കന്നഡ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. കുട്ടികളെല്ലാം കന്നഡയാണ് പറയുന്നത്. ಹೆಸರು ರಾಹುಲ್ ಸೂರ್ಯ ರಾಜೇಶ ರಾಜೇಶ. ಬನ್ನಿ ಬನ್ನಿ ಬನ್ನಿ. ಹೆಸರು ಏನೇನು ನಿಮ್ದು? ತುಟಾಪಿ ತುಟಾಪಿ ಮುತ್ತಪ್ಪ ಮುತ್ತಪ್ಪ. ಹೆಸರು ಕನ್ನ. ಸ್ಕೂಲೆಲ್ಲ ಹೋಗಿಲ್ಲ? ಸ್ಕೂಲ್ ತೆಗಿಲ್ಲ. ಸ್ಕೂಲ್ ಲೀವು. ಎಷ್ಟು ಕ್ಲಾಸಲ್ಲಿ ನೀವು? നാലില്. മലയാളം ಗೊತ್ತಾ? ಗೊತ್ತು, അറിയാം. എന്നാ പിന്നെ മലയാളത്തിൽ സംസാരിക്കാതെ, അതൊക്കെ നല്ലത് അല്ലേ? പറയ്. ചോദിക്കാൻ വന്നെന്താ ചോദിക്കേ? ഞാന് കൊറേ ദൂരെയാണ്. ഗൂഡല്ലൂര് കേട്ടിട്ടുണ്ടോ? കേട്ടില്ല. ഗൂഡല്ലൂരുള്ളതാണ് കേട്ടോ. നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്. നമുക്ക് മുട്ടായി മേടിക്കാൻ പോവാ? പോട്ടോ. ഇവിടെ അതൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ടായി മേടിക്കാൻ പോവാ. എല്ലാവരുടെ മുഖത്തും ചിരി പടർന്നു. അതായത് ഞാൻ മുട്ടായി മേടിക്കാൻ അവർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെന്നെ പോയി മേടിക്കാന്നാ പറയണേ. ഹാപ്പി? ഓക്കെ. ബാക്കിയുള്ള കുട്ടികളെ വിളിക്കണം കേട്ടോ. പോയിട്ട് ആ കടയിൽ പോയിട്ട് മുട്ടായി മേടിച്ചു. റൈറ്റ്, ഡൺ. പാവം. വാട്ടർ അതോറിറ്റിൻ്റെ ഒരു പമ്പിങ് സ്റ്റേഷനൊക്കെ ഉള്ളൊരു സ്ഥലമാണിത്. ഇതിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ തോണിക്കടവ് ഉള്ളത്. അതായത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും സർവീസ് നടത്തുന്ന തോണീൻ്റെ ഭാഗം. തോണി ഇറങ്ങി വന്ന് വണ്ടിക്ക് കാത്തിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് ബസ്സിന് വേണ്ടി. ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കടവ് കാണാം നമുക്ക്. ഇതാണ് മരക്കടവുള്ള ഒരു തോണിക്കടവ്. ഇനി ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുണ്ട്. അവിടെ നമുക്ക് ബൈക്കൊക്കെ കയറ്റി അപ്പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അപ്പുറത്തേക്ക് കർണാടകയാണ്. ആൾ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇത് ഫുൾ ആളായി കഴിഞ്ഞാൽ പോകും.
കയറ് കെട്ടിയിട്ടുണ്ട് അപ്പുറത്തേക്ക് അങ്ങനെ കടവരെ. ഇപ്പോൾ വെള്ളം കുറവാണ്, മഴക്കാലത്ത് നല്ല ഭീകരമായ വെള്ളം വരും ഇവിടെ. അന്നേരം സർവീസ് ഉണ്ടാവും എന്നുള്ള സംശയമാണ്. അപ്പുറത്തെ ഭാഗത്തും ഏകദേശം ഇതേ കൾച്ചർ ഇതേ സ്റ്റൈൽ തന്നെയാണ്. ഇവിടെ ഈ ഭാഗത്തേക്ക് കൂടുതൽ കർണാടക ഇൻഫ്ലുവൻസ് ഈ ഭാഗത്തേക്കാണ് കൂടുതലുള്ളത്. മലയാളികൾ കൂടുതൽ പെരിക്കല്ലൂർ ടൗൺ ഭാഗത്തേക്ക് അങ്ങോട്ടാണ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഭാഗത്ത് ഞാനിപ്പോൾ അങ്ങോട്ട് പോയി കണ്ടപ്പോൾ എല്ലാം കൂടുതലായിട്ടും കേരളത്തിൻ്റെ പരിധിയിൽ തന്നെ കന്നഡ സംസാരിക്കുന്ന ആൾക്കാരാണ് കൂടുതലായിട്ടുള്ളത്. മുമ്പ് ഞാനൊരിക്കൽ ഇതുവഴി വന്ന സമയത്ത് ഈ പുഴയിലുള്ള കാണുന്ന ഈ കല്ലുകളൊക്കെ വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു. ഇപ്പോൾ വെള്ളം കുറഞ്ഞ കാരണം എല്ലാം ഇങ്ങനെ ഉയർന്ന് കാണുന്നുണ്ട്. ആളെ കുറേ നേരം വെയിറ്റ് ചെയ്തു, ആളൊന്നും വരാത്തതുകൊണ്ട് അവർ പുറപ്പെട്ടു പോയി. ഇതിന് വേറെ സംവിധാനങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. തുഴയുന്ന സംവിധാനം, മോട്ടോർ സംവിധാനം ഒന്നുമില്ല. ഈ കയറ് കെട്ടി വെച്ചിരിക്കുന്നതിന് പാരലായിട്ട് അത് പിടിച്ച് അങ്ങനെ അപ്പുറത്തേക്ക് പോകാമെന്ന് ഇഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഒരു കബനി കൾച്ചറാണ്. അതായത് കേരളത്തിൻ്റെ ഭാഗമായാലും കർണാടകത്തിൻ്റെ ഭാഗമായാലും കബനി നദിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവരുടെ ജീവിത രീതി. കൃഷി ആയിക്കോട്ടെ, അതിന് കബനി നദിയായിട്ടൊരു വലിയൊരു പങ്കുണ്ട്. അതുപോലെ തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതായാലും എല്ലാം, അതായത് കബനി തീരത്തെ ഒരു കൾച്ചറാണ് ഈ പെരിക്കല്ലൂർ ഭാഗത്തും അപ്പുറത്തെ ഭൈരക്കുപ്പ ഭാഗത്തൊക്കെ. തോണി ഇറങ്ങി വന്നവർ കുറേ നേരം ഈ ബസ്സിന് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. അവസാനം ഇപ്പോൾ ബസ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ബസ്സിലേക്ക് കയറാൻ പോവാണ്. സമയം ഒരുപാട് വൈകി, ഞാൻ ഇവിടുന്ന് മടങ്ങാണ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞാൽ ചില അബദ്ധങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും. അതൊന്നും വലിയ വിഷയമാക്കരുത്. ഞാൻ കാണിച്ച കാഴ്ചകൾ മാത്രം കാണുക, അതിൽ തൃപ്തിപ്പെടുക. ഓക്കെ, ഞാൻ ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്ത് പോവാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.